പെടാണ്ടിരിക്കുക. മോദിയുടെ അരി വരുന്നു പറഞ്ഞെങ്കിൽ വരും, പൊന്നരി വരും, മറ്റേ അരി വരും. അബ്ദത്തിൽ ആരും പെടാണ്ടിരിക്കുക. ഞാൻ അബ്ദത്തിൽ പെട്ടുപോയി. ഞാൻ മാപ്രാണത്ത് പോയിട്ട് അരി മേടിച്ചു കൊണ്ടുവന്നു. അപ്പോ പിന്നെ ഇവിടെ അരി വിതരണം ചെയ്തു. ജയ അരി എന്നും പറഞ്ഞ കമ്മീഷണറൊക്കെ വലിയ ന്യൂസ് കൊടുത്തു. 340 രൂപയാണ് ഒരു കിലോ, 10 കിലോ അരിക്കുള്ള വില. ഈ 10 കിലോ അരിയോടെ മേടിച്ചു. ആ ചോറ് ഞാൻ വെച്ചുകൂടെ കൊണ്ടുവന്നുണ്ട്. ചോറ് പട്ടി പോലും തന്നെയൊന്നുമില്ല. ഇതുപോലെ മനുഷ്യനെ പറ്റിക്കുന്ന ഈ സർക്കാരിന്റെ പരിപാടി നിർത്താം. വന്നൊരു വലിയ വേനലായിരുന്നു. അരി വളരെ മോശമായിരുന്നു. അരിയാണ് ഇവിടെ കാണിക്കുന്നത്. ഇവിടെ 11 രൂപയ്ക്ക് നല്ല 31 രൂപയ്ക്ക് നല്ല അരി കിട്ടാണ്ട്. അരികളൊക്കെ മാറ്റിക്കൊണ്ട് റേഷൻ പടിയിൽ 10.90 നല്ല അരി കിട്ടുന്നു. അരികളൊക്കെ മാറ്റിക്കൊണ്ടാണ് ഇന്നലെ 340 രൂപയ്ക്ക് അരി വിറ്റ. ഈ അരി വിറ്റ് ചോറ് വെച്ചപ്പോ ഈ ആദ്യമായി. അതിന് നല്ലത് പാൽപ്പായസം വയ്ക്കാം. ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. എന്റെ ഒറ്റയാൻ പ്രതിഷേധമാണിത്. വീട്ടിൽ ഞാൻ 340 രൂപയ്ക്ക് അരി മേടിച്ചിട്ട് 2 ദിവസം പോലും വെക്കാൻ പറ്റിയില്ല. ഞാൻ കൗൺസിലറോട് ഈ കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ എല്ലാവരും പറഞ്ഞു, ഈ ഭാഗത്ത് എല്ലാവരും പറഞ്ഞു ഈ അരി ശരിയല്ല, ഈ അരി ശരിയാവില്ല. അത് ഈ ഭാഗത്തുള്ള BJPയിലെ നല്ല കൗൺസിലർമാരും എല്ലാവരും വന്ന് പറഞ്ഞു. കൗൺസിലറോട് പറഞ്ഞപ്പോ എല്ലാവരും പറഞ്ഞു ഈ അരി ശരിയല്ല, ഈ അരി ചെയ്യുന്ന വിതരണം ശരിയല്ല, അരി വളരെ മോശമാണെന്ന് ഇന്ന് പലവരും പറഞ്ഞു. ആർക്കും പ്രതിഷേധിക്കാൻ കഴിവില്ല, പേടിച്ചുകൊണ്ട്. ഇവിടെ പേടിയൊന്നുമില്ല. ആ പേടി നിർത്തിക്കൊണ്ടാണ് പറയുന്നത് നല്ല സാധനങ്ങൾ വിതരണം ചെയ്യാം. ഓക്കെ, പെടാണ്ടിരിക്കുക. മോദിയുടെ അരി വരുന്നു പറഞ്ഞെങ്കിൽ വരും, പൊന്നരി വരും, മറ്റേ അരി വരും. അബ്ദത്തിൽ ആരും പെടാണ്ടിരിക്കുക. ഞാൻ അബ്ദത്തിൽ പെട്ടുപോയി. ഞാൻ മാപ്രാണത്ത് പോയിട്ട് അരി മേടിച്ചു കൊണ്ടുവന്നു. നല്ല അരി ഞാൻ മേടിച്ചു കൊണ്ടുവന്നു. തട്ടിലിന്റെ ജോർജിന്റെ വീട്ടിൽ നിന്ന് നല്ല അരി മേടിച്ചുകൊണ്ട് വീട്ടിൽ വെച്ചിട്ടുണ്ട്. ഈ അരി എനിക്ക് വെക്കാനും തിന്നാനും വലിയ അരി ഇവിടെ കാണിക്കുന്നു, ചോറും കാണിക്കുന്നു. ഇങ്ങനെ മനുഷ്യനെ പറ്റിക്കുന്ന പരിപാടി വോട്ടായിട്ട് ചെയ്യരുത്. ഞാൻ എന്ത് പ്രതികരണം വന്നാലും നേരിടാൻ ഞാൻ തയ്യാറാണ്. ഓക്കെ, നിങ്ങൾ അതിൽ പെടാണ്ടിരിക്കുക. ഈ മോദി അരി എന്ന് പറയുന്നതിൽ പെടാണ്ടിരിക്കുക.